ഗുഡ് മോർണിംഗ് ഡോക്ടറെ. മോർണിംഗ്. എന്തൊക്കെയുണ്ട് വർത്താനം? വളരെ സന്തോഷം. കുറച്ച് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ട്. നിങ്ങളുടെ സ്ഥാപനത്തിനാണ് വന്നിരിക്കുന്നത്, ടൈഗ്രിസ്. ഒരു വളരെ മനോഹരമായ സ്ഥലം. മനോഹരമായ സ്ഥലത്ത് ടൈഗ്രിസ് സ്ഥിതി ചെയ്യുന്നു. ഞാൻ ഡോക്ടറെ കുറിച്ച് എനിക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നുണ്ട് പേഴ്സണലി. വാട്ട് മോട്ടിവേറ്റഡ് യു ടു സ്റ്റഡി മെഡിസിൻ ആൻഡ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ശാഖ എന്താണ്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യണമെന്നൊക്കെ ഒന്ന് പറയൂ. ഒരു വിശാലമായ ചോദ്യമാണ്. നമ്മൾ ഏതൊരു കോഴ്സും സെലക്ട് ചെയ്യുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ 10 കഴിഞ്ഞ് +2 കഴിയുമ്പോഴാണല്ലോ. 10 കഴിഞ്ഞപ്പോൾ നമുക്ക് മെഡിസിനിൽ നോക്കാം, അതുകൊണ്ട് സയൻസ് പഠിക്കാമെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് അങ്ങനെ +2 സയൻസ് വന്നു. ഓക്കെ. അതിനുശേഷം പരിചയമില്ലാത്തൊരു കോഴ്സിലേക്കാണ് പോയത്, യുനാനി മെഡിക്കൽ സയൻസ്. അപ്പോൾ അന്നത് ഇവിടെ തീരെ പരിചയമില്ലാത്തൊരു സമയമാണ് കേരളത്തിന്. ആകെ 2-3 ഡോക്ടേഴ്സേ ഉള്ളൂ അവൈലബിൾ ടോട്ടൽ കേരളത്തിൽ. നിങ്ങൾ പഠിക്കുന്ന കാലം? യെസ്. നമ്മളന്ന് അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചു നോക്കുമ്പോൾ വളരെ നല്ലതാണെന്ന് തോന്നുകയും ഇല്ലാത്തൊരു സാധനം അത് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം. ഫസ്റ്റ് ഇൻ ദ ലോട്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ ഒരുപാട് ആൾക്കാർ ഇതിന് പിന്നിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് യുനാനി മെഡിസിൻ മുന്നേ തന്നെ ഉണ്ട്, ഒരു പഴയ ശാഖയാണ്. ഹോമിയോപ്പതിയും യുനാനിയും തമ്മിൽ ബേസിക്കായിട്ട് ഒരാൾ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ശരിക്ക് ആയുർവേദവും യുനാനിയും തമ്മിലൊക്കെയാണ് കൂടുതൽ കണക്ഷൻസ്. ഓക്കെ. അല്ലാതെ ഹോമിയോ ഒരു ശരിക്ക് ഈ അടുത്ത കാലത്ത് വന്നൊരു സിസ്റ്റമാണല്ലോ. ഓക്കെ. ട്രഡീഷണൽ വെൽനെസ്സിൽ ആൻഷ്യൻ സിസ്റ്റത്തിൽ വരുന്നത് യുനാനിയും ആയുർവേദമൊക്കെയാണ്. അത് കംപ്ലീറ്റ്ലി പഴയകാല ഈ ഹെർബ്സും അതിൻ്റെ വേരുകളും അതിൻ്റെ പഴങ്ങളും അങ്ങനെ തന്നെ വന്നതാണ്. സോ ബോഡിയെ വേറെ ട്രീറ്റ് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ ബോഡിയുടെ ഒരു മെയിൻറ്റെയിൻ എന്ന് പറയുന്ന സ്ട്രക്ചറിനെ കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ളതാണ്. യെസ്. ചികിത്സിക്കുന്ന ഭാഗം നോക്കുമ്പോൾ ഈ ഹോമിയോയും യുനാനിക്ക് കുറേ സിമിലാരിറ്റി വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊക്കെ പ്രധാനമായിട്ട് റൂട്ട് കോഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ. ഈ ഐഡന്റിറ്റി ഓഫ് ദ പ്രോബ്ലം അല്ലേ, ബോഡിയിലുള്ള മെയിൻ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ. ഒരു വളരെ സിമ്പിളായിട്ടില്ല പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ യുനാനിയിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, കുല്ലി ജുസി എന്ന് പറയും. ഈ കുല്ലി എന്ന് പറയുമ്പോൾ ശരീരം മൊത്തത്തിൽ നോക്കുക എന്നുള്ളത്, ജുസി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രം. ഇപ്പോൾ ഒരു തലവേദന വന്നാൽ, മൈഗ്രെയിൻ വന്നാൽ അതിൻ്റെ CT സ്കാനും അതിൻ്റെ എല്ലാ സ്കാനൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിനുള്ളിൽ എവിടെയാണോ സർക്കിൾ ഓഫ് ഫില്ലയിലോ എവിടെയെങ്കിലും ചെറിയൊരു നീർക്കെട്ടുണ്ട്, ഇത് കണ്ടെത്തി പ്രശ്നമാക്കി അതിന് വേദന സംഹാരി കഴിക്കുന്നതിന് പകരം മൊത്തം പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ അന്ന് 2 ദിവസം ശോധന കിട്ടാത്തതായിരിക്കും പ്രശ്നം. അത് വളരെ ഒരു വലിയ പോയിൻ്റാണ്. കാരണം ഇപ്പോൾ അടുത്ത് മെഡിക്കൽ ജേർണലുകളിൽ നമ്മൾ വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഗട്ട് ബ്രെയിൻ ആക്സിസ്. യെസ്. അതിനെക്കുറിച്ച് ഡോക്ടറോട് എനിക്ക് ചോദിക്കാനുണ്ട്. പക്ഷേ അത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിനോട് ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഈ യുനാനി ശാഖ പഠിച്ചിട്ട് ഇപ്പോൾ ഡോക്ടർ ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നത് ജനറൽ ഫിസിഷ്യനാണോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റിലാണോ വർക്ക്? ഞാൻ നിങ്ങൾ ആദ്യം ചോദിച്ചതിനുള്ളൊരു ചെറിയൊരു ജേർണി പറയണം. അതുകൂടെ ഒന്ന് പറഞ്ഞു വരുമ്പോൾ, ഞാൻ ഗവൺമെൻറ് വർക്ക് ചെയ്യുമ്പോൾ ഒരു ജനറൽ ഡോക്ടറായിട്ടാണ് വർക്ക് ചെയ്തത് 6 വർഷക്കാലം. ഓക്കെ. അതോടുകൂടി എവിടെയായിരുന്നു ആ സ്ഥലം? അത് ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ അതോടുകൂടി എനിക്ക് കുറച്ചുകൂടി താല്പര്യമുള്ളൊരു ഏരിയ ആയിട്ട് അലർജി, ആസ്മ, റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് വന്നു. അപ്പോൾ ഞാൻ അതിൽ കൂടുതൽ റിസർച്ച് നടത്തി. അപ്പോൾ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് കൂടുതലാണ് ഞാൻ ഈ അടുത്ത പൾമണോളജിസ്റ്റ് ആയിട്ടാണോ അതോ? പൾമണോളജിസ്റ്റ് എന്ന പേര് മോഡേൺ ഡോക്ടേഴ്സ് പറയാറുണ്ടെങ്കിലും നമ്മൾ അലർജി, ആസ്മ അങ്ങനത്തെ ഒരു സെഗ്മെൻ്റാണ് കൈകാര്യം അതായിരുന്നു. പക്ഷേ അതേ സമയത്ത് ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് കുറച്ചുകൂടി നമ്മൾ ഇപ്പോൾ ഈ വെൽനസിൻ്റെ സെൻറ്ററുകളും പ്രോജക്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ റിസർച്ച് കൂടിയപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരാളെ എങ്ങനെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ന് ലോകം അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ശരീരത്തിൻ്റെ താളം തെറ്റിയ ജീവിതം, അല്ലെങ്കിൽ ക്രമം തെറ്റിയ ലൈഫ് സ്റ്റൈല്, ഫുഡിൻ്റെ പ്രശ്നങ്ങൾ, മൈൻഡിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണം കൊണ്ട് ഉണ്ടാവുന്ന ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലത്തെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പകരാത്ത ഡിസീസ്, അത് മാനേജ് ചെയ്യുന്നിടത്താണ് ഇപ്പോൾ ഏറ്റവും വലിയ താല്പര്യം. ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ, ഒരു യുവാവ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എങ്ങനെ വെൽനെസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നതാണ് ഞാൻ ഏറ്റവും പ്രയോറിറ്റിയിൽ ചിന്തിക്കുന്നത്. സാറ് പ്രയോറിറ്റി ഇതാണുള്ളത്. കറക്റ്റ്. ആ പ്രയോറിറ്റിയുടെ മോട്ടിവേഷനാണോ ഇന്നിപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഒരു അടിസ്ഥാനം? ഡെഫിനറ്റ്ലി. കാരണം നമ്മൾ മെഡിക്കൽ ഇതിലേക്ക് കയറിയതിന് ശേഷം ഇതുപോലത്തെ ഒരു ഗ്യാപ്പ് ഏതൊരു ഹോസ്പിറ്റലും, ആ ഹോസ്പിറ്റൽ എന്താ ചെയ്യുന്നത്, പരമാവധി ആളെ ചെക്ക് ചെയ്ത് രോഗികളാക്കി തെറാപ്യൂട്ടിക് ട്രീറ്റ്മെൻറ്റുകളാണ് കൂടുതലും. അതിലപ്പുറത്തേക്ക് അത് ഇല്ലാതെ ജീവിക്കാൻ പഠിപ്പിക്കുന്നൊരു സിസ്റ്റം അല്ല. അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം. വാട്ട് മോട്ടിവേറ്റഡ് യു ടു സ്റ്റാർട്ട് ദിസ്? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ജേർണി, അതൊക്കെ ഒന്ന് പറയാൻ പറ്റും? ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഇങ്ങനെ ഈ ഒരു സെറീൻ എൻവിറോൺമെൻറ്റിൽ വരാനും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ജേർണി വരുന്നതിൻ്റെ ബാക്കിൽ സാർക്ക് എന്തെങ്കിലും എക്സൈറ്റിംഗ് സ്റ്റോറീസ് ഉണ്ടോ? ചലഞ്ചുകൾ ഫേസ് ചെയ്തത്, ഒരു
എങ്ങനെ ഈ ഒരു ഐഡിയ നിങ്ങളുടെ ബ്രെയിനിൽ കിട്ടി? ആരാണ് ഇതിൻ്റെ കൂടെ കൊലാബറേറ്റ് ചെയ്തത്? ഒക്കെ ഒന്ന് ആ ജേണി പറയുക. ഞാൻ അതിൻ്റെ ഒരു വളരെ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ ഇത് യുനാനി സെലക്ട് ചെയ്തു. പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതോടുകൂടെ ഞാനും എൻ്റെ പാർട്ണർ ഡോക്ടർ ഷാവുലും ഞങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ഇതിൻ്റെ യുനാനിയിൽ പഴയകാല ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ വളരെ കൂടുതലായിട്ടുള്ള സ്കോപ്പുകൾ, അത് നമ്മൾ ചിന്തിക്കാത്ത ഒരുപാട്, നേരത്തെ പറഞ്ഞ കുല്ലി ജുസി പോലത്തെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. ഇതൊക്കെ ഒരു കാലത്ത് ഇപ്പോൾ എനിക്കൊരു അനുഭവമുണ്ട്. 2010 മുതൽ 15 വരെ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നത് ഞങ്ങൾ ഹോബിയായിരുന്നു. എല്ലായിടത്തും പോവുക, നടത്തുക. 300-ലധികം ക്യാമ്പുകൾ, അതുപോലെ GCCയിലൊക്കെ പോയിട്ട് ഞങ്ങൾ പ്രഭാഷണങ്ങൾ. ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്? ഒരു 15 രാഷ്ട്രങ്ങളിൽ. ഒരു 2 മാസം മുന്നേ ഞാനിവിടെ വന്നപ്പോൾ അന്ന് ഒരുപാട് സൗദി പേഷ്യൻസിനെ, സൗദി അറേബ്യയുടെ കുറച്ച് പോപ്പുലേഷൻ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം. ആ രാജ്യത്തെത്ത ആൾക്കാർ തന്നെയാണോ സാറ് കൂടുതലും ട്രീറ്റ് ചെയ്തിട്ടുള്ളത് GCC പോയപ്പോൾ? അല്ല, GCCയിൽ നമ്മൾ സ്വാഭാവികമായിട്ട് പോകുമ്പോൾ മലയാളികളായിട്ടുള്ള പ്രവാസികളുണ്ടാവും. അതിൽ സൗദിയും UAE സെയിം ആണ്. അതേ സമയത്ത് അവിടുത്തെ ലോക്കൽസിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ സൗദികളാണ് ഇതിനോട് താല്പര്യം. ശരി. അതേ സമയത്ത് എല്ലായിടത്തും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് ആദ്യത്തെ വർഷം കൂടുതൽ നമ്മൾ ഗസ്റ്റ് UAE നിന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ തുടർച്ചയായിട്ട് 2-3 വർഷം ഇന്നടക്കം ഇവിടെ ഏറ്റവും കൂടുതൽ റൂംസ് ഉള്ളത് സൗദികളാണ്. ഓക്കെ. അപ്പോൾ സാറ് സ്റ്റോറി പറഞ്ഞില്ല, കംപ്ലീറ്റ് ചെയ്തില്ല. അതിൻ്റെ ഇടയിലാണ് നമ്മൾ യെസ്. അപ്പോൾ സാറ് കൺസൾട്ടിങ്ങിന് 15ഓളം രാജ്യത്ത് പോയി. അങ്ങനെ പോയി. അത് ആ സമയത്ത് മനസ്സിലൊരു ഒരു ഗ്യാപ്പ്, നമുക്ക് ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സെൻറ്റർ അല്ലെങ്കിൽ വെൽനെസ്സിലേക്ക് ആളെത്തിക്കാനുള്ള വ്യത്യസ്ത വഴികൾ വേണം എന്ന് മനസ്സിലൊരു താല്പര്യവും. അങ്ങനെ ഞാനും ഈ ഡോക്ടർ ഷാവുലും എൻ്റെ പാർട്ണറും കൂടിയിട്ട് ഞങ്ങൾ ഒരുപാട് ഐഡിയകൾ ഉണ്ടാക്കി. അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ആയിട്ടാണ് ടൈഗ്രീസ് വരുന്നത്. ഓക്കെ. അപ്പോൾ ടൈഗ്രീസും അനുബന്ധിച്ച് തന്നെ ഞങ്ങൾ പിന്നെ ഇതൊരു പ്രീമിയം ആയതുകൊണ്ട് സാധാരണക്കാർക്കുള്ള ഒരു 6-7 ഹോസ്പിറ്റലുകൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇതിന് പ്രൊഡക്റ്റ് ലൈൻ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്താക്കി, മരുന്ന് നിർമ്മാണം, ഹെർബ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിലൂടെ എന്താണെന്ന് ഉദ്ദേശിച്ചാൽ അതെല്ലാം ഈ ഫിസിക്കൽ ലൊക്കേഷനിൽ തന്നെയാണോ അതോ ഡിഫറെൻറ്റ് ക്ലിനിക്സ് ഹോസ്പിറ്റലും വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്, ഗുജറാത്തിലും UAE-യിലൊക്കെ ഉണ്ട്. അതേ സമയത്ത് ഈ മരുന്ന് നിർമ്മാണമൊക്കെ നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വെൽനസ് ആഗ്രഹിക്കുന്ന ഒരാൾ വന്നാൽ, അല്ലെങ്കിൽ വെൽനസ് ആവശ്യമുള്ളവർക്ക് അവർക്ക് എല്ലാ വഴികളിലൂടെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ വഴികളിലൂടെയും സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ചെറിയൊരു ഒരു ദിശ തന്നാൽ കൊള്ളാം. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളൊരു ഗസ്റ്റ് നമ്മളെ മീറ്റ് ചെയ്യാൻ വരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഓൺലൈനിലോ മറ്റോ മീറ്റ് ചെയ്ത് വരുന്നു, നമ്മൾ കാണുന്നു, സംസാരിക്കുന്നു. അപ്പോൾ അവർക്ക് താല്പര്യം, എനിക്കിതൊന്ന് ഷുഗറിൻ്റെ മരുന്നും പ്രഷറിൻ്റെ അവർക്ക് നിർത്തണം. അപ്പോൾ അതിനെന്താ വേണ്ടത്? അതിന് വേണ്ടത് ഗ്ലൂക്കോസിൻ്റെ അളവ് ബ്ലഡ് കുറയണം. ഇത് കുറയണമെങ്കിൽ സ്ഥിരമായി എക്സസൈസ് ചെയ്യണം. കാർബിൻ്റെ ഡയറ്റ്, കാർബ് കുറയണം. ഹോളിസ്റ്റിക് അപ്രോച്ചിനെയാണ് കൂടുതൽ, തെറാപ്യൂട്ടിക്കിൻ്റെ കൂടെ തന്നെ ആ ഒരു അപ്രോച്ചിനെ, ആ ഹോളിസ്റ്റിക് അപ്രോച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അവരെ മൈൻഡ് ഹാപ്പി ആക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോളോ അപ്പ് വേണം. അപ്പോൾ ഫോളോ അപ്പിന് തിരുവനന്തപുരത്ത് ഞങ്ങളുടെ സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫോളോ അപ്പ് നടത്തും. കേരളത്തിൽ അങ്ങനെ എത്ര സ്ഥലത്ത് സെൻറ്റേഴ്സും? കേരളത്തിൽ ഞങ്ങൾക്ക് ഇപ്പോൾ 4 എണ്ണമാണ്, പുതുതായിട്ട് 3 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. 4 എവിടെയൊക്കെ ഇപ്പോൾ ഒന്ന്? തിരുവനന്തപുരത്തുണ്ട്, കണ്ണൂരുണ്ട്, വയനാട്ടിലുണ്ട്, 2 മലബാറിൽ ഒന്ന് ഈ ഭാഗത്ത്. യെസ്. ഇനിയിപ്പോൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് കൊച്ചിയിൽ ഒന്ന് തുടങ്ങുന്നുണ്ട്, അതുപോലെ വയനാട്ടിൽ വേറെ തുടങ്ങുന്നുണ്ട്. ഓക്കെ. പിന്നെ കാസർഗോഡ് ഭാഗത്തൊക്കെ